ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ മൈസൂർ പാക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ, എങ്കിലും വളരെ ശ്രദ്ധയോടെ ചെയ്തെടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ: 1 കപ്പ് ബേസൻ പൗഡർ, അതായത് കടലമാവ്, പിന്നെ 1 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ മെൽറ്റഡ് ഗീ, അത് നമ്മൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം. ഈ 4 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് ബേസൻ പൗഡർ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം ഇളക്കി അതിങ്ങനെ ചൂടായി വരുന്നതോറും നമുക്ക് അതിൻ്റെ സ്മെല്ല് മാറുന്നത് കാണാൻ പറ്റും. നല്ലൊരു മണം വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം ഇതിൻ്റെ പാകങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ പാക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഷേപ്പായി കിട്ടില്ല, ചിലപ്പോൾ വല്ലാതെ ഉറച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇനിയിപ്പോൾ ഏതായാലും നല്ല മണം വന്ന് തുടങ്ങി. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്ത് വെച്ച ഗീ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ചെറിയ ചൂടുണ്ട് കേട്ടോ, അത് മെൽറ്റ് ചെയ്ത ഗീ അത്യാവശ്യം ചൂടുണ്ട്. അതിലൊരു 1/2 കപ്പോളം ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. കട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കി അത് യോജിപ്പിച്ചെടുക്കണം. ഒരു തടി പോലും ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കരുത്. നല്ല രീതിയിൽ അത് കട്ടയൊന്നും ഇല്ലാതെ തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇളക്കി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അത് ഞാനതിലൊരു തരി പോലും കട്ടയില്ലാതെ നല്ലോണം ഉടച്ച് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലെന്തെങ്കിലും കട്ട പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്ക് ശരിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, കട്ടകളൊന്നും പാടില്ല. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പം ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ആ 1 കപ്പ് പഞ്ചസാര അലിയിച്ചെടുക്കാൻ പോവാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കണം. 1/4 കപ്പാണ് വേണ്ടി വരുള്ളൂ. ഞാനിപ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു വെള്ളം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നവരെ നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കട്ട പിടിക്കരുത്. ഇനി അതിന് 1 നൂൽ പാകത്തിൽ നമ്മൾ പഞ്ചസാര എടുക്കണം. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് 1 നൂൽ പാകത്തിൽ വരണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കടലമാവും ഗീയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഞാനിത് ഇതിന് മരത്തിൻ്റെ തവി തന്നെയാണ് നല്ലത് ഇളക്കാനായിട്ട്. അപ്പം ഞാൻ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള നെയ്യ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള നെയ്യ് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പം നമ്മളിതിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അത് പാത്രത്തിൽ നിന്നെല്ലാം അതിങ്ങനെ വിട്ട് വരുന്ന പാകം വരും. കുറച്ചും കൂടി ഗീ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കി ആ ഗീ എല്ലാം അതിനോട് ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ലോണം ആ ഗീ എല്ലാം ഇതിലോട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല രീതിയിൽ ഇത് ഒരു ഭാഗത്ത് നിന്ന് വിട്ട് വരുന്നത് വരെയും പാത്രത്തിൽ നിന്ന് നല്ലോണം വിട്ട് വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതായത് ആ മോൾഡിൽ നേരത്തെ തന്നെ ഗീ ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ നെയ്യ് പുരട്ടി വെച്ച മോൾഡിലേക്ക് ഇനി ഇത് മാറ്റാൻ പോവാണ്. അതിലേക്ക് ഞാൻ മാറ്റി നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുത്ത ശേഷം നമുക്കിത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇതാ ഞാനിപ്പോൾ കട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം, ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം തണുത്ത ശേഷം മുറിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല, ചിലപ്പോൾ അത് ഹാർഡായി പോകും. അപ്പോൾ ചെറുതായിട്ട് ചൂടാറിയ ശേഷം നമ്മളിത് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനത് മുറിച്ചെടുത്ത് സെറ്റാക്കുവാണ്. പീസൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് കേട്ടോ, ചില ഷേപ്പുകൾ ഇങ്ങനെ അതിൻ്റെ സൈഡ് നമുക്കിങ്ങനെ ചെറിയ ഷേപ്പ് വ്യത്യാസത്തോടു കൂടി കിട്ടിയിട്ടുള്ളത്. അല്ലാത്തതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഞങ്ങളുടെ പുതിയൊരു അതിഥിയാണ് ഇവിടെ വീട്ടിലെ ആളെ കൂടി ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്താണ്. ഇപ്പം ഞങ്ങളുടെ ഡിഷിൻ്റെ അടുത്തായിട്ട് ആളെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ മധുരമിടാത്ത കാപ്പി കൂടിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ചൂടുള്ള മധുരമിടാത്ത കാപ്പിയും നല്ല മധുരമുള്ള മൈസൂർ പാക്കും കൂടി ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.